ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ജെ.ഡി.യു സഖ്യത്തിന് മുന്നേറ്റം. 127 സീറ്റുകളിൽ എൻ.ഡി.എ സഖ്യം മുന്നിൽ. ആർ.ജെ.ഡി. കോൺഗ്രസ് മഹാസഖ്യം 104 സീറ്റുകളിൽ മുന്നിലാണ്. 11 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ ബി.ജെ.പി. മുന്നിൽ. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 92.56% ഉയർന്നു. ചികിത്സയിലുള്ളത് 5,50,000 പേർ മാത്രം. 20ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഇന്ന് പങ്കെടുക്കും. IPL ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ജെ.ഡി.യു സഖ്യത്തിന് മുന്നേറ്റം. 127 സീറ്റുകളിലാണ് എൻ.ഡി.എ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ബി.ജെ.പി. 74 സീറ്റുകളിലും ജെ.ഡി.യു 49 സീറ്റുകളിലും മുന്നിലാണ്. ആർ.ജെ.ഡി. നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് 104 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ ആയത്. ആർ.ജെ.ഡി. 64 സീറ്റുകളിലും കോൺഗ്രസ് 20 സീറ്റുകളിലും മുന്നിലാണ്. ഇടത് പാർട്ടികൾ 19 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ലോക് ജൻശക്തി പാർട്ടി 2 സീറ്റുകളിൽ മുന്നിലാണ്. 243 അംഗ ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായാണ് നടന്നത്. സുരക്ഷിതമായ വോട്ടെണ്ണൽ ഉറപ്പാക്കുന്നതിന് ബൂത്തുകളിൽ അർദ്ധസൈനിക വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാൽമീകി നഗർ പാർലമെന്റ് മണ്ഡലത്തിൽ ജെ.ഡി.യു സ്ഥാനാർത്ഥി സുനിൽകുമാർ മഹാതോ മുന്നിൽ. ജെ.ഡി.യു MP ബൈദ്യനാഥ് പ്രസാദ് മഹാതോ അന്തരിച്ചതിനെ തുടർന്നാണ് വാൽമീകി നഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബൈദ്യനാഥ് പ്രസാദ് മഹാതോയുടെ മകനാണ് സുനിൽകുമാർ. 11 സംസ്ഥാനങ്ങളിലെ 58 മണ്ഡലങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 28 സീറ്റുകളിൽ 17ലും ബി.ജെ.പി. ലീഡ് ചെയ്യുന്നു. 9 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലാണ്. ബി.എസ്.പി. 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 മണ്ഡലങ്ങളിൽ 5ലും ബി.ജെ.പി. ലീഡ് ചെയ്യുന്നു. സമാജ്വാദി പാർട്ടി 1 സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി മറ്റൊരു സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 8 മണ്ഡലങ്ങളിലും ബി.ജെ.പി. മുന്നിലാണ്. ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഓരോ സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മുന്നിൽ. ജാർഖണ്ഡിലെ 2 സീറ്റുകളിൽ ഓരോന്നിൽ വീതം ബി.ജെ.പിയും കോൺഗ്രസും മുന്നേറുന്നു. കർണാടകയിലെ 2 സീറ്റുകളിലും ബി.ജെ.പിയാണ് മുന്നിൽ. മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടന്ന 5 സീറ്റുകളിൽ ഒരിടത്ത് ബി.ജെ.പി. വിജയം നേടി. മറ്റ് 4 ഇടങ്ങളിലും ബി.ജെ.പി. മുന്നിലാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നത്. നാഗാലാൻഡിലെ 2 സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മുന്നിൽ. ഒഡീഷയിലെ 2 സീറ്റുകളിൽ ബിജു ജനതാദൾ മുന്നിൽ നിൽക്കുന്നു. തെലങ്കാനയിലെ 1 സീറ്റിൽ ബി.ജെ.പിക്കാണ് മുന്നേറ്റം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 92.56% ഉയർന്നു. ഇന്നലെ 42,000 പേരാണ് കോവിഡിൽ നിന്നും മുക്തി നേടിയത്. നിലവിൽ 5,50,000 പേർ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 38,000 പേർക്കാണ് രാജ്യത്ത് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 85 ലക്ഷമായി ഉയർന്നു. അതേസമയം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കാണ് രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്. 1.48% നിലവിൽ രാജ്യത്തെ മരണനിരക്ക്. ഇന്നലെ 448 പേർക്ക് കൂടി ജീവൻ നഷ്ടമായതോടെ മരണസംഖ്യ 1,27,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 10,43,000 കോവിഡ് പരിശോധനകളാണ് നടത്തിയതെന്ന് ICMR അറിയിച്ചു. കേരളത്തിൽ പ്രതിദിന കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഇന്നലെ 11.05% രേഖപ്പെടുത്തി. ഇന്നലെ സംസ്ഥാനത്ത് പുതിയതായി 3,593 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 32,489 സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ 79,410 പേരാണ് ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,12,00,000 പിന്നിട്ടു. 1,39,00,000-ൽ പേർ ആണ് നിലവിൽ ചികിത്സയിലുള്ളത്. 12,69,000 മുകളിൽ ആളുകൾ ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചു. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന അമേരിക്കയിൽ ഇന്നലെ 1,400,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 20ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഇന്ന് പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അധ്യക്ഷതയിലാണ്
ഉച്ചകോടി ചേരുന്നത്. ഇതാദ്യമായാണ് വെർച്വൽ രീതിയിൽ ഉന്നതതല SCO യോഗം നടക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ഉൾപ്പെടെ 8 അംഗരാജ്യങ്ങളിലെയും 4 നിരീക്ഷക രാജ്യങ്ങളുടെയും തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യ മുഴുവൻ സമയ അംഗമായി പങ്കെടുക്കുന്ന 3ാമത്തെ SCO ഉച്ചകോടിയാണിത്. 2005-ൽ SCOയുടെ നിരീക്ഷക പദവി ലഭിച്ച ഇന്ത്യയ്ക്ക് 2017-ലാണ് സമ്പൂർണ്ണ അംഗമാകാൻ സാധിച്ചത്. കഴിഞ്ഞ 3 വർഷമായി SCOയുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും ഇന്ത്യ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഒഡീഷയിലെ കട്ടക്കിൽ സ്ഥാപിക്കുന്ന അത്യാധുനിക ഓഫീസ് സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 1938 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സമുച്ചയത്തിൽ വിശാലമായ കോടതി മുറി, ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, അത്യാധുനിക സംവിധാനങ്ങളുള്ള റെക്കോർഡ് മുറി എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്ര നിയമമന്ത്രി, പെട്രോളിയം മന്ത്രി, ഒഡീഷ മുഖ്യമന്ത്രി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിൽ പടക്കങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും ഈ മാസം 30 വരെ ദേശീയ ഹരിത ട്രിബ്യൂണൽ പൂർണ്ണമായും നിരോധിച്ചു. അന്തരീക്ഷ ഗുണനിലവാരം മോശമായി തുടരുന്ന നഗരങ്ങളിലും പട്ടണങ്ങളിലും ഇത് ബാധകമായിരിക്കുമെന്ന് ട്രിബ്യൂണൽ ചെയർമാൻ ആദർശ് കുമാർ ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം അന്തരീക്ഷ ഗുണനിലവാരം ഇടത്തരം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഹരിത പടക്കങ്ങളുടെ ഉപയോഗത്തിന് അനുമതിയുണ്ട്. എന്നാൽ ദീപാവലി, ഛഠ്, ക്രിസ്മസ്, പുതുവത്സരം തുടങ്ങിയ ആഘോഷവേളകളിൽ 2 മണിക്കൂർ മാത്രമേ പടക്കങ്ങൾ പൊട്ടിക്കാൻ അനുമതിയുണ്ടാകൂ. ഉത്സവ സീസണോടനുബന്ധിച്ച് പടക്കങ്ങളുടെ ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഡൽഹി ഗവൺമെന്റും പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ കുത്പോരയിൽ ഭീകരവാദികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികൻ മഹേഷിന്റെ കുടുംബത്തിന് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു 50 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കുടുംബത്തിലെ ഒരംഗത്തിന് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ജോലിയും കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലവും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ DRDO ഭവൻ പരിസരത്ത് സ്ഥാപിച്ച ഉപഗ്രഹ പ്രതിരോധ മിസൈലിന്റെ മാതൃക രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനാവരണം ചെയ്തു. 2019 മാർച്ച് 27-ന് മിഷൻ ശക്തി എന്ന പേരിൽ ഒഡീഷയിൽ വിജയകരമായി പരീക്ഷിച്ച ആദ്യ ആന്റി സാറ്റലൈറ്റ് മിസൈലിന്റെ മാതൃകയാണിത്. അതിസങ്കീർണമായ ദൌത്യമായിരുന്നു ഇത്. ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ആസ്തിയിൽ ലോകത്ത് 4ാം സ്ഥാനത്തേക്ക് ഉയരാൻ മിഷൻ ശക്തിയിലൂടെ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. IPL ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30-ന് ദുബായിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 1ാമത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസ് 5ാമത് IPL കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ഇതാദ്യമായാണ് IPL ഫൈനലിലെത്തുന്നത്. 1 മാസത്തിലേറെ നീണ്ടുനിന്ന IPL 13ാം സീസണിനാണ് ഇന്ന് തിരശ്ശീല വീഴുക. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ട്രെയിൽ ബ്ലേസേഴ്സ് ഉജ്ജ്വല വിജയം നേടി. ഇന്നലെ ഷാർജയിൽ നടന്ന മത്സരത്തിൽ ടീം സൂപ്പർ നോവാസിനെ 16 റൺസിന് തകർത്താണ് ട്രെയിൽ ബ്ലേസേഴ്സ് വിജയം കണ്ടത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള രചനാ സമാഹാരം നേപ്പാൾ പ്രസിഡന്റ് ബിന്ദ്യാദേവി ഭണ്ണാരി പുറത്തിറക്കി. ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ഖ്വത്രയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ 150ാമത് ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് നടക്കുന്ന 2 വർഷം നീളുന്ന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 137 പോയിന്റ് ഉയർന്ന് 42,737-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 45 പോയിന്റ് നേട്ടത്തിൽ 12,506-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1,200 രൂപ കുറഞ്ഞ് 37,680 രൂപയും ഗ്രാമിന് 150 രൂപ കുറഞ്ഞ് 4,710 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP JDU സഖ്യത്തിന് മുന്നേറ്റം. 127 സീറ്റുകളിൽ NDA സഖ്യം മുന്നിൽ. RJD കോൺഗ്രസ് മഹാസഖ്യം 104 സീറ്റുകളിൽ മുന്നിലാണ്. 11 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ BJP മുന്നിൽ.
രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 92.56% ഉയർന്നു. ചികിത്സയിലുള്ളത് 5,05,000-ഓളം പേർ മാത്രം. 20ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഇന്ന് പങ്കെടുക്കും. IPL ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി വൈകിട്ട് 6:30.